ലൈംഗിക അതിക്രമ ആരോപണങ്ങൾ വന്നതിന് പിന്നാലെ 38 ദിവസത്തിന് ശേഷം ഇന്നലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാലക്കാട് മണ്ഡലത്തിലേക്ക് എത്തിയത്. ഈ മണ്ഡലത്തിലേക്കുള്ള രാഹുലിന്റെ വരവിന് കോൺഗ്രസിനെയും UDF-നെയും നേതാക്കൾ മൗനാനുവാദം നൽകിയെന്ന രീതിയിലുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഏതായാലും രാഹുൽ പൊതുപരിപാടികളിൽ പങ്കെടുത്തുകൊണ്ട് മണ്ഡലത്തിൽ സജീവമാവാനുള്ള നീക്കത്തിലേക്കാണ് കടക്കുന്നത്. ഈ സമയത്ത് പ്രതിഷേധങ്ങൾ നടത്തുമെന്നുള്ളതാണ് DYFI അതുപോലെ തന്നെ BJP ഉൾപ്പെടെയുള്ള സംഘടനകൾ അറിയിച്ചുള്ളത്. നമുക്കൊപ്പം ഇപ്പോൾ CPM-ന്റെ മുതിർന്ന നേതാവ് NN കൃഷ്ണദാസ് തന്നെ ചേരുന്നുണ്ട്. ഈ ലൈംഗിക ആരോപണങ്ങളെല്ലാം നേരിടുന്ന സമയത്ത് രാഹുൽ മണ്ഡലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ മണ്ഡലത്തിലേക്ക് എത്താൻ നേതൃത്വം ഒരു മൗനാനുവാദം കൊടുത്തു എന്നുള്ള വിവരം പുറത്തു വരുന്നു. കോൺഗ്രസ് പാർട്ടിയാണ് അതിന് മറുപടി പറയേണ്ടത്. ഇത്ര ആഭാസനായിട്ടുള്ള ഒരു വ്യക്തിയെ ഇവിടെ പ്രതിഷ്ഠിച്ച് കൊണ്ടു നടക്കുന്നതിന് കോൺഗ്രസ് പാർട്ടി എന്തിനാണ് ഇത്ര ഉത്സാഹം കാണിക്കുന്നത്? ഇതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി തന്നെ സ്വയം അപമാനിതമാവുകയും അവർ സ്വയം നാറുകയുമാണ് ചെയ്യുന്നത്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് കോൺഗ്രസ് പാർട്ടിയാണ് മറുപടി പറയേണ്ടത്. ഇന്നലെ കോൺഗ്രസ് പാർട്ടിയുടെ പിൻബലത്തിൽ കോൺഗ്രസ് പാർട്ടി നേതൃത്വത്തിലാണ് അദ്ദേഹം ഇവിടെ എത്തിയത്. കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനപ്രകാരം ആ പാർട്ടിയാണ് മറുപടി പറയേണ്ടത്. സസ്പെൻഷൻ എന്നൊക്കെയുള്ള ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ചില പ്രവർത്തനങ്ങൾ നടത്തി അദ്ദേഹത്തെ വീണ്ടും എഴുന്നള്ളിക്കുകയാണ്. എന്തിനാണ് ആ പാർട്ടി ഇങ്ങനെ സ്വയം അപമാനിതമാവുന്നത്, ഇങ്ങനെ നാറുന്നത്? VK ശ്രീകണ്ഠൻ MP ഉൾപ്പെടെയുള്ളവർ തുടർച്ചയായി പറയുന്നത് രാഹുലിനെതിരെ യാതൊരു പരാതിയും ഇല്ലല്ലോ എന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത്. അവർ പുറത്തേക്ക് അവരല്ലല്ലോ അത് തീരുമാനിക്കേണ്ടത്. ഇതാരും നിഷേധിച്ചിട്ടില്ലല്ലോ ഇങ്ങനെ ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. പരാതിയില്ലാതെ പിന്നെ ഇതൊക്കെ എവിടെ നിന്ന് വന്നു? ഈ കാര്യങ്ങളൊക്കെ ഇതൊക്കെ പരാതിയൊക്കെ കൃത്യമായിട്ടുണ്ട്. എല്ലാ വിവരങ്ങളും പുറത്തു വന്നു. ഈ വ്യക്തി തന്നെ അതൊന്നും നിഷേധിച്ചിട്ടില്ല ഇതുവരെ. അല്ലെങ്കിൽ അദ്ദേഹമല്ലേ ഇതൊക്കെ കരുതി കൂട്ടി ഉണ്ടാക്കിയിട്ടുള്ള ആക്ഷേപങ്ങളാണെന്നൊക്കെ പറയേണ്ടത്. ഇതുവരെ അദ്ദേഹം നിഷേധിച്ചിട്ടില്ല. എല്ലാവർക്കും അറിയാം, മൂക്ക് കീഴ്പോട്ടായ എല്ലാ മനുഷ്യർക്കും അറിയാം. ഇതൊക്കെ അപാരമായിട്ടുള്ള ചർമ്മബലം എന്ന് മാത്രമേ ഇതിനെയൊക്കെ പറ്റി പറയാനുള്ളൂ. ഒരു സാധാരണ മനുഷ്യർക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ സാധിക്കില്ല. മനുഷ്യരിതൊക്കെ എന്തിനനുഭവിക്കണം? ജനങ്ങളിത് അനുഭവിക്കേണ്ടി വരുന്നത് നമ്മുടെ ജനപ്രാതിനിധ്യ നിയമത്തിൻ്റെ ഒരു ദൗർബല്യം കൊണ്ട് മാത്രമാണ്. നമ്മുടെ ജനപ്രാതിനിധ്യ നിയമത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു ദൗർബല്യം, വോട്ട് ചെയ്യാൻ മാത്രമേ ഒരു വോട്ടർക്ക് അവകാശമുള്ളൂ. ചെയ്ത വോട്ട് തിരിച്ചെടുക്കാൻ വോട്ടർക്ക് അവകാശം, നിയമാനുസൃതമായിട്ടുള്ള അവകാശമില്ല. അപ്പോൾ ചെയ്ത വോട്ട് റദ്ദാക്കാൻ അവർക്ക് അധികാരം ഉണ്ടായിരുന്നുവെങ്കിൽ ഇയാൾ എന്നോ MLA അല്ലാതായി. ആ ഒരു കാരണം വെച്ച് ഈ ദുർഗന്ധം പാലക്കാട്ടെ ജനങ്ങളുടെ ഇടയിൽ ഇപ്പോഴും നിലനിർത്താനാണ് കോൺഗ്രസ് പാർട്ടി തയ്യാറാവുന്നത്. മുസ്ലിം ലീഗ് ഉൾപ്പെടെ രാഹുലിനെ പാലക്കാട്ടേക്ക് എത്തിക്കണം എന്നുള്ള കാര്യം UDF നേതാക്കളെ അറിയിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അതായത് UDF പൊതുവിൽ അങ്ങനെയല്ലേ നിശ്ചയിക്കുന്നത്. കോൺഗ്രസ് പാർട്ടിയും മുസ്ലിം ലീഗൊക്കെ ഒരുമിച്ചല്ലേ ഇതൊക്കെ തീരുമാനിക്കും. ഇമാരുള്ള ദുർഗന്ധങ്ങളൊക്കെ അവർ ഒരുമിച്ചല്ലേ അനുഭവിക്കുന്നത്. അവരുടെ വിചാരം ഈ ദുർഗന്ധം അവരറിയാത്തതുപോലെ ജനങ്ങളാരും അറിയുന്നില്ല എന്നുള്ളതാണ്. ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം, ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം, എന്തൊരു ചർമ്മബലമായിരിക്കണം ഈ വ്യക്തിക്ക് മനുഷ്യരെ അഭിസംബോധന ചെയ്യാൻ. മനുഷ്യരെ നോക്കണമെങ്കിൽ അപാര തൊലിക്കെട്ടി അപാര ചർമ്മബലം ഉണ്ടാവണം. അതിന് കോൺഗ്രസ് പാർട്ടിയാണ് മറുപടി പറയേണ്ടത്. അവർ സ്വയം എത്രത്തോളം ജീർണിച്ചിരിക്കുന്നു കോൺഗ്രസ് പാർട്ടി എന്നതിൻ്റെ തെളിവാണിത്. അവർ ജനങ്ങളുടെ ഇടയിൽ നിന്ന് പൂർണ്ണമായിട്ടും ഒറ്റപ്പെട്ടു. കോൺഗ്രസ് പാർട്ടി ഇല്ലാതാവുകയാണ്. അതാണ് ഇതിൻ്റെ പരിണിത ഫലമായിട്ട് സംഭവിക്കുന്നത്. CPM-ന് പോലും രാഹുലിനെതിരെ ഒരു പ്രതിഷേധം ഇല്ലല്ലോ എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ പല നേതാക്കളും ചോദിക്കുന്ന ഒരു കാര്യം. നമ്മൾ കഴിഞ്ഞ ദിവസം ഈ രാഹുലിനെ സന്ദർശിച്ച ആളുകളോട് അതുപോലെ തന്നെ രാഹുലിൻ്റെ വീട്ടിലേക്ക് എത്തിയ ആളുകളോടെല്ലാം ചോദിക്കുമ്പോൾ CPM-ന് ഇല്ലാത്ത പ്രതിഷേധം ഞങ്ങൾ എന്തിനു മാറ്റിവെക്കണം എന്നാണ്. ഞങ്ങൾ ഇത് കാര്യങ്ങൾ ജനങ്ങളോടാണ് പറയുന്നത്, കോൺഗ്രസ് പാർട്ടിയോടാണ് പറയുന്നത്. ഈ ദുർഗന്ധത്തിൻ്റെ അടുത്തേക്കൊന്നും ചെല്ലാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. അത് കോൺഗ്രസ് പാർട്ടി ഏറ്റെടുത്തോട്ടെ ആ ദുർഗന്ധം. ഞങ്ങൾക്ക് അതിൻ്റെ അടുത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. CPM-ന്റെ മുതിർന്ന നേതാവായിട്ടുള്ള NN കൃഷ്ണദാസാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചിട്ടുള്ളത്. ഏതായാലും കോൺഗ്രസ്സാണ് രാഹുലിൻ്റെ പാലക്കാട് സന്ദർശനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ കൃത്യമായൊരു മറുപടി പറയേണ്ടത് എന്നുള്ളതാണ് NN കൃഷ്ണദാസ് ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് വിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ ആർക്കലീൻ, റിപ്പോർട്ടർ പാലക്കാട്.